പ്രജിത്ത്, നമ്മൾ കണ്ടതാണ് വിജയ് മല്യ ഇത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ 1998 അത് കഴിഞ്ഞ് UB ഗ്രൂപ്പിന് വേണ്ടി അമാൽഗമേഷൻ വിദഗ്ധനായ സെന്തിൽ നാഥൻ തന്നെ ഇത് കൃത്യമായി പരിശോധന നടത്തുന്നു. ഇത് തനി സ്വർണമാണ് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പിന്നീടാണിത് 2019 സ്വർണം പൂശുന്നതിനായി ഈ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിക്കുന്നത് എന്ന് ദേവസ്വം പറയുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന സ്വർണം എവിടെയെന്നുള്ള വലിയ സംശയങ്ങളാണ് വരുന്നത്. അതിൻ്റെ അളവ് എത്രയെന്ന് നമുക്കറിയാം, അതിൻ്റെ തൂക്കം എത്രയെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് അറിയാം. ഇത് എങ്ങനെയാണ് കവർന്നത്? ഒരു പക്ഷേ ഇത് കവരാൻ ഉപയോഗിച്ച ഒരു മെത്തേഡിനെ കുറിച്ചാണ് CR രാധാകൃഷ്ണൻ, അദ്ദേഹം ദേവസ്വം ബോർഡ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയാണ്, അദ്ദേഹം അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം ചെന്നെത്തുന്നത് കൃത്യമായ ഒരു കവർച്ച, സ്വർണ്ണപ്പാളി കവർച്ച, സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടന്നിരിക്കുന്നു. അതിന് ഉപയോഗിച്ച രീതികൾ എല്ലാം എല്ലാവർക്കും വ്യക്തമാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഈ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ഇവരെല്ലാം അത് സമൂഹത്തിലേക്ക് തുറന്നു പറയാനും ജനം TVയോട് പ്രതികരിക്കാനും ഒക്കെ ഇടയായ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയല്ലേ? രോഹിണി, വളരെ ആസൂത്രിതമായ കവർച്ച നടന്നു എന്ന് ജനം TV തന്നെയാണ് ആദ്യം പറയുന്നത്. പറയുന്നത് ശരിവെക്കുന്ന തെളിവുകളാണ് നമ്മൾ ഓരോ ദിവസവും പുറത്തുവിടുന്നത്. നമ്മുടെ മുന്നിൽ എവിഡൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, 99 ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഏതാണ്ട് 4.5 മുതൽ 5 കിലോ വരെയുള്ള സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം UB ഗ്രൂപ്പും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അമാൽഗമേഷൻ വിദഗ്ധരായിട്ടുള്ള ആളുകളും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. പിന്നീട് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തിക്കുന്നത്, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഏറ്റവും പുതിയതായി പതിപ്പിച്ചിരിക്കുന്നത് വെറും 397 ഗ്രാം വരുന്ന, അതും ഈ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, കുറച്ച് സ്വർണം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൂശുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് സ്വർണം പതിപ്പിക്കുകയും മറ്റൊരിടത്ത് ശേഷം സ്വർണം പൂശുകയും ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സ്വർണത്തിൻ്റെ വലിയ വ്യത്യാസമാണ് ഇതിൽ കവർച്ച നടത്തിയിരിക്കുന്നവരുടെ ലാഭം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു സംവിധാനം ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രോഹിണി, ഇതിപ്പോൾ ഒരു ദ്വാരപാലക ശില്പത്തിൻ്റെ ആണെങ്കിൽ അന്ന് UB ഗ്രൂപ്പ് ഏതാണ്ട് 30 കിലോ സ്വർണം ഈ പറയുന്ന ശബരിമലയുടെ ശ്രീകോവിലിൽ സ്വർണം പതിപ്പിക്കുന്നതിനായി നൽകിയിട്ടുണ്ട്. ഈ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞിട്ടുള്ള മറ്റ് ഭാഗങ്ങളിൽ സമാനമായ തട്ടിപ്പ് നടന്നിരിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. അതിൽ ഈ ശ്രീകോവിലിൻ്റെ വാതിലിനും സമാനമായ തട്ടിപ്പ് നടന്നിരിക്കാം എന്നുള്ളത് കൂടി CR രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ശ്രീകോവിലിൻ്റെ വാതിൽ സംബന്ധിച്ച കാര്യത്തിൽ അത് ചിലയിടങ്ങളിൽ വെച്ച് പൂജ നടത്തിയതിനപ്പുറത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വാതിൽ ചെയ്തു നൽകാമെന്നും അങ്ങോട്ട് വന്ന് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ആ വാതിലിലെ പഴയ സ്വർണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരും മണിക്കൂറുകളിൽ നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ആവശ്യവും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് CR രാധാകൃഷ്ണൻ്റെ ഈ പുതിയ വെളിപ്പെടുത്തലിൽ ഇതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4.5 കിലോ ഉണ്ടായിരുന്ന സ്വർണം വെച്ച് നിർമ്മിച്ച 2 ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ വെറും 397 ഗ്രാമുള്ള ആ സ്വർണം വെച്ചിട്ടുള്ള ഒരു ദ്വാരപാലക ശില്പങ്ങളുടെ പ്ലേറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ഏതാണ്ട് 4,10,00,000 രൂപ വിലമതിക്കുന്ന സ്വർണം എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയാത്ത സാഹചര്യം. ഇതിൽ മറ്റു ചില ഗൂഢാലോചനകൾ കൂടി നടന്നിരിക്കാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ട് കത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താല്പര്യം അറിയിക്കുന്നു. പിന്നീട് ഈ പറയുന്ന വിവിധ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയതായ ഒരു മഹസർ ഉണ്ടാക്കുന്നു. അതിൽ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റുകൾ, ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള, അതായത് സ്വർണം പതിപ്പിച്ച ചെമ്പ് പ്ലേറ്റുകൾ ഇളക്കി മാറ്റിയെന്ന് മഹസറിൽ ആദ്യം രേഖപ്പെടുത്തുകയും അതേ മഹസറിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നിടത്താണ് ഈ തട്ടിപ്പിൻ്റെ ഔദ്യോഗികമായ ഒരു ഇടപെടൽ ഈ തട്ടിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് നമ്മൾ ആദ്യഘട്ടം മുതൽ പറയാനുള്ളൊരു കാര്യം എന്നുള്ളത്. അങ്ങനെ ഒരേ മഹസറിൽ 2 തിരുത്തലുകൾ വരുത്തി, 2 വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ കോടതിയും ചൂണ്ടിക്കാട്ടി, നമ്മളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെമ്പുപാളികൾ കൊടുത്തുവിട്ടുവെന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടുവെന്ന് ദേവസ്വം ബോർഡ് തന്നെ ഒരു ഔദ്യോഗികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു രേഖ കൊടുക്കുന്നു. ആ രേഖ വെച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ദേവസ്വം ബോർഡിനെയും വെട്ടിലാക്കി നിൽക്കുന്നത്. അതായത് എനിക്ക് തന്നത് ചെമ്പാണെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക രേഖ. അതും മഹസറിലും ഔദ്യോഗികമായത് പറയുന്നുണ്ട്. കത്ത്, അതായത് ഇതിനുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുമ്പോഴും ചെമ്പുപാളികളാണ് എന്നുള്ള
ഉത്തരവിലുമുണ്ട്, മഹസറിലുമുണ്ട്. അതുകൊണ്ട് തനിക്ക് സ്വർണ്ണത്തെ പറ്റി അറിയേണ്ട എന്നുള്ള കാര്യം കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അതൊരു രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കാര്യങ്ങളുടെ ഒപ്പം കൂടെ നിന്നവർ എന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ദേവസ്വം ബോർഡിലെ ഇത്തരത്തിൽ സ്വർണ്ണമടക്കം നീക്കം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സാധാരണ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ കഴിയുന്ന ആളുകളുടെ സ്വാധീനം അല്ലെങ്കിൽ ആളുകളുടെ ഇടപെടൽ അതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരേ മഹസറിൽ തന്നെ ഇളക്കി മാറ്റിയത് സ്വർണ്ണപ്പാളികളും കൊടുത്തുവിടുന്നത് ചെമ്പ് പാളികളും മാത്രമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പോലും ദേവസ്വം ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പറയുന്ന സ്വർണം തങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് പോലും പറയാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. ഈ 4.5 കിലോ സ്വർണത്തിന്റെ കണക്ക് ദേവസ്വം ബോർഡ് എവിടെയും ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ആ സ്വർണം നീക്കം ചെയ്യണമെങ്കിൽ തന്നെ ഇത്തരം ഒരു വലിയ പ്രോസസ്സ് നടത്തേണ്ടതുണ്ട്. ഇത്തരമൊരു ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കെമിക്കൽ പ്രോസസ്സൊക്കെ ഒരു ഭഗവാന്റെ തിരുഭാവനം എന്ന് വിളിക്കപ്പെടാവുന്ന, അയ്യപ്പന്റെ സ്വത്തെന്ന് വിളിക്കപ്പെടാവുന്ന ഒരു വസ്തുവിന്മേൽ ചെയ്യണമെങ്കിൽ അവിടെ അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാകണം. എങ്കിൽ ദേവസ്വം ബോർഡിന് കൃത്യമായി മറുപടി നൽകാം. തങ്ങൾ ഇത്തരത്തിൽ അമാൽഗമേഷൻ പ്രോസസ് വഴി ചെയ്ത സ്വർണ്ണത്തെ ആസിഡിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണം വേർതിരിച്ച് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ നിമിഷം വരെ അത്തരത്തിലുള്ളൊരു പ്രതികരണമോ അത്തരത്തിലുള്ളൊരു ഒരു പ്രക്രിയയെക്കുറിച്ചോ അത്തരത്തിൽ സ്വർണം നീക്കം ചെയ്തതായോ പോലും ദേവസ്വം ബോർഡ് പറയുന്നില്ല. സ്വാഭാവികമായും ഈ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവായും നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ 4 കിലോയോളം വരുന്ന സ്വർണം കവർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡിലെ ഉന്നതർ കൂട്ടുനിന്നു എന്നുള്ളതിന് ഓരോ ദിവസവും പുതിയ തെളിവുകൾ വരികയാണ്. അതിനൊപ്പം ഇത് എങ്ങനെ ചെയ്തിരിക്കാം എന്നുള്ളൊരു സാധ്യത കൂടിയാണ് ദേവസ്വം ബോർഡിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും ദേവസ്വം ബോർഡിൽ ഈ പറയുന്ന ദേവസ്വത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ റിസർച്ച് ചെയ്ത് പരിണിതപ്രജ്ഞനുമായ CR രാധാകൃഷ്ണൻ നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. രോഹിണി. അതെ പ്രജിത്ത്, എന്തായാലും വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് ദ്വാരപാലക ശില്പങ്ങളിലടക്കം നടന്നത് എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നതും. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.